അവർ പറഞ്ഞിരുന്നു അവർ വരുന്നുണ്ട്. അവരോട് വന്നവർ എനിക്കൊരു പിന്നെ CM തന്നു മുറിക്കാതെ വെച്ചു. അത് ഞങ്ങൾ ഒരു വീട്ടിനകത്ത് നടത്തിയൊരു പരിപാടി. അവർ വന്നിരുന്നു, എല്ലാവരും വന്നു. അവർ നേരത്തെ തന്നെ അവർ പലരും പ്രവർത്തിക്കുന്നതാണ് കാണുന്നത്. ഞാൻ പോസ്റ്റിൽ എന്തായാലും എഴുതുന്നത് അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. അതൊന്നും അത്തരം കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട. UDF സീറ്റ് ഒഴിച്ചിട്ടൊക്കെ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ അവരുടെ രാഷ്ട്രീയമാണ്. അതൊന്നും എന്നോട് ചോദിക്കണ്ട. അവരിന്നലെ വന്ന് പിന്തുണ പറഞ്ഞല്ലോ. ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ലീഡേഴ്സ് മൊത്തം ഉണ്ടായിരുന്നു. അവർ 16-17 പേര് ഹമീദിന്റെ നേതൃത്വത്തിലാണ്. അവർ പറഞ്ഞല്ലോ. എങ്ങനെ ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തും. അതെ, അതാണല്ലോ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാം. അതിനൊന്നും നമുക്ക് തർക്കമില്ല. അങ്ങനെയാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവര് ഡയറക്റ്റ് പിന്തുണ തരുന്നത്. അത് അവരുടെ പിന്തുണയല്ലേ. അതെ, അതൊന്നും തെറ്റൊന്നുമില്ല. BJP മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ് ഷാജാൻ? ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നത്? അവർ സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞു, പിന്നെ എന്നെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ചോദിക്കേണ്ടത് കുറിച്ച് ചോദ്യമാണ്. അതെന്തിനാണെന്ന് എനിക്കറിയാം. അത് വേണ്ട. അത് നിങ്ങൾ കൈരളിയുടെ കൈ വെച്ചാൽ മതി. കൈരളി സ്ഥാപിക്കാൻ ആദ്യകാലത്ത് വലിയ ഫണ്ട് കൊടുത്താണ്. 21 ലക്ഷം രൂപ ജില്ലയിൽ നിന്ന് പിരിച്ചു കൊടുത്തത്. പാർട്ടി വിട്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളോട് വിട്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങളോട് കൈരളിക്ക് ഞാനും കൂടി 10-21 ലക്ഷം രൂപ കൊടുത്തു. അതുകൊണ്ട് നിലപാടിൽ എന്താ മാറ്റം വരുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോൾ സന്തോഷമാണ്. അതിനെന്താ? മനസ്സിലായില്ലേ? സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ? മനസ്സിലായില്ലേ? പക്ഷെ മൂന്നാം ഊഴം കിട്ടുന്ന കാര്യം ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എല്ലാം രംഗത്തിറങ്ങി പാർട്ടിയുടെ പേര് പ്രവർത്തിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരാശയക്കുഴപ്പം എനിക്കില്ല, നിങ്ങൾക്ക് കാണും. കാരണം നിങ്ങൾക്ക് ഉപരിപ്ലവമായ രാഷ്ട്രീയം മാത്രമേ നോട്ടമുള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും എന്നോട് ചോദിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ട്. ഇതത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അതെ, നിങ്ങൾ മാറ്റി പറയുന്നതാണ്. അപ്പൊ ചോദിച്ചപ്പോൾ സന്തോഷമാണെന്ന് പറഞ്ഞു. ഞാനത് എന്തിനു ചീത്ത പറയാം? അതെന്ത് തെറ്റ് ആണോ? ഇതാണ് മറുപടി. ഇതാണ് ചോദ്യം. ഇത് ചോദ്യമാണ്. ഇത് ചോദ്യമല്ലല്ലോ. മൂന്നാം ഊഴം കിട്ടാൻ പ്രയാസമായിരിക്കും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ എന്താണ് ചോദിക്കുന്നത്? അതൊന്നും തീരുമാനിച്ചില്ല. ഇല്ല, ചുവരെഴുത്ത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും നമ്മൾ അറിയാതെ എഴുതുന്നതാണെങ്കിൽ ഞാൻ ഉത്തരവാദിക്കും. ഒന്നും തീരുമാനിച്ചില്ല. ആ കാര്യം ഡീറ്റെയിൽസ് തീരുമാനിച്ചു. എന്തായാലും കുറച്ച് മീറ്റിംഗ് പ്രസംഗിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വാഹനത്തിൽ പോയിട്ട് വേണമല്ലോ പ്രസംഗിക്കാൻ. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ 4-5 ദിവസം പ്രസംഗിക്കും. അത് മതി. ഒരു കൺവെൻഷൻ എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരി, എനിക്ക് ഇലക്ഷൻ കമ്മിറ്റി ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥി അല്ല, അവർക്ക് സംഘടിപ്പിച്ചോളൂ. പങ്കെടുത്താൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു കൺവെൻഷൻ ഞാൻ പോയി. എന്റെ കൺവെൻഷൻ അല്ലല്ലോ. മുൻകൈ അല്ല പിൻകൈ ഇല്ല. ഞാൻ കൺവെൻഷൻ വിളിക്കുന്നില്ല. ഇലക്ഷൻ കമ്മിറ്റി ഇല്ല. സംസ്ഥാനത്ത് ഒരു ഭരണവിധികാരം ഉണ്ടെന്ന് ഈ ഇലക്ഷന്റെ സമയത്ത് ഈ പ്രചരണം തന്നെ UDF സംസ്ഥാന മൊത്തത്തിൽ നടക്കുന്നത് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി എന്നുള്ള ഒരു പ്രചരണത്തിലാണ്. ആ രീതിയിലൊരു മാറ്റം വരാനുള്ള സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. അതൊന്നും പറയാനില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ പോസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത് വരാനുള്ള സാധ്യത വിഫലമാകാനാണ് സാധ്യത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദ്യം എന്താ അതേപറ്റി? എനിക്ക് യാതൊരു അഭിപ്രായമില്ല. കാരണം അവരുടെ കാര്യമാണ്. ഞാൻ ഒരിടത്തും പ്രചരണത്തിന് പോകാൻ തീരുമാനിച്ചിരുന്നില്ല.
അതായിരുന്നു തീരുമാനം. പക്ഷേ ചിലപ്പോൾ ചേർത്തല പോയി പ്രസാദിനെതിരായിട്ട്. കാരണം അയാൾ അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഒരു കാര്യമില്ല. അയാളെ സ്റ്റേറ്റ് കമ്മിറ്റിയോട് ചോദിച്ചില്ല, ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചു. അയാൾ ചോദിച്ചെടുത്ത പൊളിറ്റിക്കൽ ക്രിമിനൽസിനോടാണ്. അവിടെ മാന്യനായിട്ട് ഭാവിക്കുകയല്ലേ. എനിക്കെതിരെ പ്രസ്താവനയുടെ കാര്യമായത് അയാൾ മാത്രമേ ഇട്ടുള്ളൂ CPI. അവർക്ക് CPIക്ക് വേണേൽ പറയാം. പക്ഷെ അവർ പറഞ്ഞില്ല. കാരണം അവരിതിൽ ഇടപെടുന്നില്ല. എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കാം. അവിടെ അയാളെ തോൽപ്പിക്കണമെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. ഞാൻ അനങ്ങാതിരുന്ന ആളാണ്. ഞങ്ങൾക്ക് പോയി ഞാൻ തീരുമാനിച്ചത്. അതിൽ ചോദിച്ചു വാങ്ങുന്നതാണ്. കഴിഞ്ഞ തവണ തന്നെ അയാൾക്ക് എത്ര വോട്ട് കിട്ടി? 6000 ചില്ലാനോ വോട്ട്. അതെ, 18,000 വോട്ട് നല്ലവനായിരുന്ന നമ്മുടെ തിലോത്തമനോട് വാങ്ങിയതാണ് ഒരിക്കലും. ഇത് വെറും 6000-ഓളം വോട്ട്. മനസ്സിലായോ? അപ്പം ഈ ഇലക്ഷനിലാണ് അയാളുടെ രാഷ്ട്രീയ വിജയം തുലാസിലാണ്. ആ കൂട്ടത്തിലാണ് ഒരാവശ്യമില്ല. അയാളുടെ ശത്രുവല്ലാത്ത എൻ്റെ നേരെ ആരെ സൂചിപ്പിക്കാൻ, ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ സൂചിപ്പിക്കാൻ. എത്ര ചിലപ്പോൾ പോയി യോഗത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ പറയുന്നതന്നെ പറഞ്ഞു. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പോസ്റ്റർ ബാലറ്റൊക്കെ അവര് പൂരിപ്പിച്ച് അവർ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് വരും. ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഒരു 1-2 മാർക്സ് വരും. കുറച്ച് വരും. അനൗൺസ്മെന്റ് വാഹനം വേണമല്ലോ, അല്ല നോക്കത്തില്ല. അത് അത്യാവശ്യമാണ്. അതെ, എണ്ണമെന്ന് ഞാൻ തീരുമാനിച്ചു. മോർ ദാൻ 100 അത്രേ ഉള്ളൂ. താങ്കൾക്കെതിരെ ഇല്ല, അത് ആലപ്പുഴയല്ല, അത് കണ്ണൂരിലാണ്. അത് കണ്ണൂരിലാണ്. ഇവിടെ വെച്ച് പറയേണ്ട കാര്യമൊന്നും ഇരിക്കില്ല. സാർ, ഇപ്പോഴും ഈ CPM-കാരെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് സാധാരണ പാർലമെന്ററി വ്യാമോഹം കൊണ്ടാണ്. പിന്നെ എല്ലാ യോഗങ്ങളിലും പറയുന്നത്. അതെ, ബാക്കി പാർലമെന്റിൽ അസംബ്ലിയിൽ പോകുന്നവരൊന്നും കണ്ണടച്ച് വ്യാമോഹം ഇല്ലാതെ പോകും. അവർക്ക് യാതൊരു വ്യാമോഹവും ഇല്ല. അവർ ശ്വാസോച്ഛ്വാസം പോലും പെടത്തില്ല. നാണവും മാനവും പറയട്ടെ, നാണവും മാനവും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാർലമെന്ററി തീസിസ് വായിച്ചിട്ടുണ്ടോ ഇവർ? പാർലമെന്റിൽ പോകുന്ന വ്യാമോഹമാണ്. പാർട്ടി അയക്കുന്നതല്ലേ. അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് വാദിക്കാനാണ്. അതിന് കൊള്ളാവുന്നവരെയാണ് പണ്ട് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അയച്ചുകൊണ്ടിരിക്കുന്ന ആരെയാണെന്ന് നിങ്ങൾ നോക്കാം. കഴിഞ്ഞ നിയമസഭയിൽ ഈ കേരളം അറിയപ്പെടുന്ന പ്രസംഗം നടത്തിയ ഒരാളുടെ പേര് പറയാം. അവിടുന്ന് പോയല്ലോ 5-6 പേര്, 8 പേര് പോയില്ലേ? ഈ കേരളം ശ്രദ്ധിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയ ഒരാളുടെ പേര് പറ. അവരൊക്കെ തന്നെ വീണ്ടും എല്ലാവരും മത്സരിക്കല്ലേ. അതെന്തിനാ? അത് പാർലമെന്റ് വ്യാമോഹമല്ലേ? 6ാമത്തെ തവണ തുടർച്ചയായി മത്സരിക്കുന്ന ആരിഫ് പാർലമെന്റ് വ്യാമോഹമില്ല. 3 തവണ അസംബ്ലി ജയിച്ചു, പാർലമെന്റ് ജയിച്ചു. 4-1 തോറ്റു. അതിപ്പോൾ വീണ്ടും മത്സരിക്കും. ആലുവായി പോയി മത്സരിക്കുക. മനസ്സിലായില്ലേ? ആലുവ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞത് ആരിഫിന്റെ കാര്യമാണ്. അതാണോ ചോദ്യം? പാർലമെന്റ് വ്യാമോഹത്തെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങളോട് പറ. അതല്ലെന്ന് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് തലേന്നൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പാർലമെന്ററി വ്യാമോഹം എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോന്നും ചൂണ്ടിക്കാണിക്കുക. എൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഇനി പറയണ്ടല്ലോ. STP അവരെ തെളിവല്ല. STP നിങ്ങളെല്ലാം കൂടെയല്ലേ പ്രചരിപ്പിച്ചത്? അയാൾ STPയുടെ ഏതെല്ലാം ഞാൻ പ്രചരിപ്പിച്ചില്ലല്ലോ. നിങ്ങൾ ചരിത്രമൊന്നും ഇപ്പം സമയമില്ല എനിക്ക്. നിങ്ങൾ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എല്ലാ കാര്യത്തിലും ഞാൻ ഈ LDF സ്ഥാനാർത്ഥിയെ രക്ഷിച്ചിട്ടുണ്ട്. സഹി ചെറിയാനെ രക്ഷിച്ചിട്ടുണ്ട്. അതൊന്നും അത് കഥ പറയാനല്ല. STP ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല, നിങ്ങളുടെ കാണത്തില്ല. 3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തറിയാം. അറിയാമോ? എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ മിനിസ്റ്ററാണ്. അത് STPക്കാർ കാരണമാണെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? 1 മാസക്കാലം നമ്മുടെ എതിർ സ്ഥാനാർത്ഥി എവിടെയോ നാട് വിട്ടു പോയി. നാട്ടിലില്ല, വീട്ടിലിരിക്കാൻ. എവിടെ പോയി? വെളിയിറങ്ങിയില്ല. അപ്പം STPയുടെ കാര്യം മനസ്സിലായല്ലോ. ആരാണ്? അദ്ദേഹത്തിന് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അതാണ് ആരോപണം. ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വന്നു. അന്നത്തെ ഏരിയാസ് ഓമനക്കുട്ടനോട് ഹർത്താൽ നടത്താൻ പറഞ്ഞു. ഈ മരണത്തിന് അയാൾ നടത്തിയില്ല. ഈ മരണത്തിനെതിരെ ഹർത്താൽ നടത്തി ഇടതുപക്ഷത്തിൻ്റെ എന്താ പറയുക രോഷം പറഞ്ഞിട്ട് അയാൾ നടത്തിയില്ല. ഞാൻ വന്നിട്ട് അടുത്ത ദിവസം നടത്തിച്ചു. ഞാൻ അവിടെ പ്രസംഗിച്ചു, സലാമിന് വേണ്ടി പ്രസംഗിച്ചു. അതിനുശേഷം വീട്ടിൽ നിന്ന് വെളിയിറങ്ങി. വീട്ടിലെല്ലാം എവിടെയായിരുന്നു? ആ പെൺകുട്ടികളുടെ വീട്ടിലെല്ലാം പോയി. ഓട്ടോറിക്ഷക്കാരനാണ്, ഒരു പാവപ്പെട്ടവരാണ്. എല്ലാവർക്കും 1,00,000 രൂപ അടുത്ത ദിവസം ഗവൺമെൻറ്റിൽ നിന്ന് കൊടുപ്പിച്ചു.
STPയുടെ കാര്യമാണ് പറയുക. ഞാൻ ഒരു കാലത്തും ഒരു സംഘടനകളുടെയും സഹായം അങ്ങോട്ട് പോയി ചോദിച്ചിട്ടില്ല. കോൺഗ്രസും UDF എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. അതെന്താ അവർ സഹായിക്കട്ടെ. കോൺഗ്രസുമായി ചേർന്നല്ലേ തമിഴ്നാട്ടിൽ CPIM അസംബ്ലി ഇരിക്കുന്നത്? അല്ല, ഒരുമിച്ചല്ലേ മത്സരിച്ച്? ആണോന്ന്? ആണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ ഇവരെല്ലാം? ബംഗാളിൽ CPM കോൺഗ്രസും ഒറ്റക്കെട്ടായി മത്സരിച്ചു. 1800 സഖാക്കളെയാണ് കൊണ്ടത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ. 11 വർഷം അനിന്തരാവസ്ഥ കവർ ചെയ്ത് ഫാസിസ്റ്റ് ഭീകരവാഴ്ച. ആ കോൺഗ്രസ് അവിടെ കൈകോർത്തില്ല. ആ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. അതൊക്കെ പോയി. നമുക്കൊന്നും കിട്ടിയില്ല. CPM ഒന്നും കിട്ടില്ല. അവർക്ക് 2 സീറ്റ് കിട്ടി. അങ്ങനെ മിക്ക സ്റ്റേറ്റിലും ഒരുമിച്ചല്ലേ മത്സരിക്കും. ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ യോഗത്തെ പ്രസംഗിക്കാൻ MA ബേബി കഴിഞ്ഞ 2 മാസം മുമ്പ് പോയത് ഇലക്ഷൻ കാലത്ത്. അത് രാഷ്ട്രീയമാണ്. അതിനുടനെ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നവർ മലന്ന് തുപ്പുകയാണ്. ഇവിടെ പക്ഷേ ഇന്ത്യ മുന്നണി പ്രയോഗത്തില്ല. കാരണം CPMന് ശക്തിയുണ്ട്, കോൺഗ്രസിന് ശക്തിയുണ്ട്. ആരുടെയും സഹായം വേണ്ട. അതുകൊണ്ടാണ് തമ്മിൽ മത്സരിക്കുന്നത്. നാളെ BJP അങ്ങ് വളർന്ന് വലുതാവും അങ്ങ് സങ്കല്പിക്കും. നടക്കുന്ന കാര്യമാണെന്നല്ല. അപ്പം അവരെ നേരിടാൻ ഇവിടെ ഇന്ത്യ മുന്നണി ഉണ്ടാവും എന്നാണ് ഉറപ്പല്ലേ? ഉണ്ടാവില്ലേ? അങ്ങനൊരു സാഹചര്യം ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് ഒന്നാവാത്തത്. ഒന്നും രാഷ്ട്രീയമായി വിലക്കിയതല്ല. കേരളത്തിൽ ഇല്ല. പക്ഷേ CPMന്ന് ഞാൻ പുറത്തു പോയതല്ല, സ്വയം ഒഴിഞ്ഞതാണ്. മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നതാണ്. എന്നാലും പുറത്താക്കാമെന്ന് ഞാനൊന്നും കുറ്റമൊന്നുമില്ല. കാരണം അതിനകത്ത് പാർട്ടി നിൽക്കുമ്പോൾ തന്നെ ആക്ഷേപിക്കുക, അവഹേളിക്കുക, അച്ഛന് പറയുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനകത്ത് അത് ശരിയല്ല. മൊത്തത്തിൽ മൂല്യശോഷണം വന്നു. ആലപ്പുഴ കാര്യം പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞു. വെളിയിൽ വന്നതിന് ശേഷമാണ് സ്ഥാനാർത്ഥിയായത്. അല്ല, അതിനകത്ത് ഒന്നുകൊണ്ടല്ല. എല്ലാ രാഷ്ട്രീയ മര്യാദകളും പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അറിയാതെ വോട്ടിടുമ്പോൾ അറിയാം. കേട്ടല്ലോ.